everyone, welcome back to your quarantine teacher. ഇന്ന് ഒരു വലിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നൊരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പറയാൻ പോകണമെന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് അല്ലേ. ശരിക്കും ഇത് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാമെന്നുള്ളവരും അറിഞ്ഞുകൂടാത്തവരും ഇതിനെപ്പറ്റി ധാരണയുള്ളവരും ഇല്ലാത്തവരും ഒക്കെ നമ്മളെടുത്ത് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, MCQs അഥവാ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമ്മളടുത്ത് എല്ലാവരും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് പറ്റുന്ന അത്ര MCQs നിങ്ങൾ ചെയ്യണമെന്നുള്ളത്. എല്ലാവരും പ്രായഭേദമന്യേ പറയുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് എല്ലാവരും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ MCQs ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് MCQs അപ്രോച്ച് ചെയ്യേണ്ടതെന്നും എങ്ങനെ നമുക്കത് കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും കൂടി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. വൈ MCQ സോൾവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ബിൽഡ് സ്പീഡ് ആൻഡ് ആക്യുറസി. നമ്മൾ നീറ്റിനാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നീറ്റിൻ്റെ പാറ്റേൺ ബേസിസിൽ നമുക്കൊരു ടൈം കൺസ്ട്രെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് എത്ര ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ചുകൂടെ ടൈം എടുത്ത് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ നമ്മൾ MCQs സോൾവ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫാസ്റ്റർ അല്ലെങ്കിൽ നമുക്കൊരു ആക്യുറസി നമുക്ക് ബിൽഡ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്പീഡ് കൂടുവാണെങ്കിൽ അത്രയും നമ്മുടെ ആ ഒരു ഇമ്പാക്റ്റ്, റിസൾട്ടിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് നമുക്ക് കൂടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം ഇംപ്രൂവ്സ് റിട്ടൻഷൻ. അതായത് എനിക്കതൊരു വലിയ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പറയാൻ തോന്നുന്നത്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അത് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മളടുത്ത് ഏതോ ഒരു അനോണിമസ് ആയിട്ടുള്ള ആരോ ഇരുന്ന് നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ആലോചിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആലോചിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്ന കാര്യം തന്നെയാണ്, എന്താണ് ആക്റ്റീവ് റീകോൾ. യെസ്. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ ആക്റ്റീവ് റീകോൾ ഓരോ MCQs ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു, ആ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഏരിയ എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് MCQ സോൾവ് ചെയ്ത് ഇങ്ങനെ പഠിക്കുവാണെങ്കിൽ അറിയാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ, MCQs ടീച്ചേഴ്സ് ദ എക്സാം സ്ട്രാറ്റജി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? MCQ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആൻസർ അറിയാവുന്നതിൽ കാര്യമില്ല. ഓക്കെ, ആൻസർ അറിയാവുന്നതിൽ കാര്യമുണ്ട്, കാരണം എങ്കിലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയല്ല, നമ്മളിപ്പോൾ MCQ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ അറിയാമായിരിക്കും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന അതർ 3 ഓപ്ഷൻസുകൾ കാണുമല്ലോ. ആ ഓപ്ഷൻസുകൾ നമ്മൾ കാണുമ്പോഴത്തേനും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേനും കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആൻസർ ആക്ച്വലി അറിയായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള ഓപ്ഷൻസുകളും ആ ഒരു രീതികളും കാണുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നതിലൂടെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബട്ട് അതർ ഓപ്ഷൻസുകൾ നിങ്ങൾ കാണുവാണ്. ആ അതർ ഓപ്ഷൻസുകൾ ഇപ്പം നിങ്ങൾ അതിൽ ചിലപ്പോൾ ഒരു പുതിയൊരു വേർഡ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു ഓപ്ഷനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആ ഒരു വേർഡ് കിട്ടിയിട്ടുണ്ട്, അത് എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ എവിടെയോ കണ്ടുപോയിട്ടുണ്ട് എന്ന് ഇരിക്കട്ടെ. നിങ്ങൾ മെയിൻ എക്സാമിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ അറിയില്ലായിരിക്കും, പക്ഷേ ഇതിൽ നിങ്ങൾ കണ്ട ഒരു പുതിയ വാക്ക് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ വാക്ക് ചിലപ്പോൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ഒന്നുകിൽ അതായിരിക്കും ആൻസർ, അല്ലെങ്കിൽ അതല്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ച അറിവ് കാരണം അല്ലെങ്കിൽ കണ്ടുപോയ അറിവ് കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ച് മാറ്റി എടുക്കാനായിട്ട് പറ്റും. എൻ്റെ ജീവിതത്തിൽ സഹായിച്ചു എന്ന് പറയുന്ന ഞാൻ ഇപ്പോഴും വാദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ചില ക്വസ്റ്റ്യൻസ് നമുക്ക് തീരെ അറിഞ്ഞുകൂടായിരിക്കും, ബട്ട് നമുക്ക് എന്തൊക്കെയോ അറിവുകൾ നമ്മൾ കൺസെപ്റ്റ്സ് ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് ബിൽഡ് ചെയ്തെടുത്ത നോളജുകൾ കൊണ്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസുകൾക്കും ആൻസർ നമുക്കൊന്ന് ചുമ്മാ നമുക്ക് ഓക്കെ ഇതല്ല ആൻസർ, ഇതായിരിക്കാം ആൻസർ എന്നുള്ള ചിന്തയിലോട്ട് എത്തിക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മളെ കൊണ്ടുവന്ന് ട്രാപ്പിലിടാനുള്ള ട്രാപ്പുകളിൽ നിന്ന് ഒഴിവായി വരാനും കൂടെ MCQ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ മിസ് പറഞ്ഞു കട്ടയ്ക്ക് അങ്ങോട്ട് MCQs അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ MCQs സോൾവ് ചെയ്ത് തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ
എനിക്ക് ഒരുപാട് മെസ്സേജസിൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾ ഒരു ദിവസത്തിൽ ഒത്തിരി MCQs ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പോൾ 500 MCQs ഒക്കെ ചെയ്യുന്ന ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് അതിനെ ഞാൻ മോശം പറയുന്നതല്ല, അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് പറ്റുന്ന അത്ര MCQs നമ്മൾ ചെയ്യണം. പക്ഷേ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഒരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാവോ, MCQs എന്ന് പറയുമ്പോൾ നമ്മളെ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനെയും യൂസ് ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അനലൈസ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ അറിയാം. അത് ആൻസർ റൈറ്റ് ആയിക്കോട്ടെ റോങ് ആയിക്കോട്ടെ. ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റോങ് ആയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് റോങ് ആയി എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കാം. എന്ത് കാരണം, എനിക്ക് നോളജ് കുറവായത് കാരണമാണോ, കൺഫ്യൂഷൻ കാരണമാണോ, എന്തുകൊണ്ട് ആ ക്വസ്റ്റ്യൻ റോങ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു പ്രോബ്ലം ആണെങ്കിൽ തന്നെ അതിലെന്തായിരുന്നു ലോജിക്, എന്തായിരുന്നു ഞാൻ ചിന്തിച്ചതിലുണ്ടായ തെറ്റ് എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കൂടുതലും അത് ഫിസിക്സിലാണ് അപ്ലൈ ആകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്തു, അത് കറക്റ്റ് ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടി. ഇനി എങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ്സുകൾ ഉണ്ടോ എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഒരുപാട് കുട്ടികൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേനും അവർ നിങ്ങളെക്കാളും ഫാസ്റ്റർ ആവുകയാണ് ചെയ്യുന്നത്, അവരങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഇന്നു മുതൽ ഓരോ ക്വസ്റ്റ്യനെയും അങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാനായിട്ട്. അടുത്തൊരു ടിപ്പ് പറഞ്ഞുതരാം. പ്രാക്ടീസ് ദ വീക്ക് ഏരിയാസ്. അതായത് നമുക്ക് MCQs സോൾവ് ചെയ്യുമ്പോഴത്തേനും ചില ഏരിയാസ്, ഇപ്പോൾ ഒരു ചാപ്റ്ററിന്റെ ചില ഏരിയാസ് നമുക്ക് ഭയങ്കര വീക്കായിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്കത് അത്രയും ക്ലിയർ അല്ല എന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ പല കുട്ടികളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ടോപ്പിക് വരുമ്പോഴത്തേനും ഓക്കെ ഇത് ഞാൻ പിന്നീട് നോക്കാം, അല്ലെങ്കിൽ പിന്നെ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ പഠിച്ചിട്ട് ഞാൻ പയ്യെ വരാം എന്ന് ചിന്തിച്ചിട്ട് ഒരുപാട് പേര് അതൊന്ന് മാറ്റി വെക്കാറുണ്ട്. ചിലപ്പോൾ ആ മാറ്റി വെച്ച വഴിക്ക് തന്നെ പോകാറുണ്ട്. അത് പിന്നീട് നമുക്ക് നോക്കാനുള്ളൊരു അവസരം തന്നെ കിട്ടിയെന്ന് വരത്തില്ല. ബട്ട് നിങ്ങളുടെ വീക്ക് ഏരിയാസ് നിങ്ങൾ ഇപ്പോഴേ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ മാർക്ക് കൂട്ടാനായിട്ട് പറ്റുന്നത്. കാരണം നമുക്ക് വീക്ക് ഏരിയാസിനെ പിന്നീട് പോയി ചെന്നിട്ട് നമുക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിൽ കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യുക. അത്രയ്ക്കായോ, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് പഠിച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ അത്രയും ഞാൻ എത്തിച്ചിട്ട് തന്നെ കാര്യമെന്ന് ഓർത്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി ചെയ്തു കൊണ്ടുവരിക. എപ്പോഴും വരെ, അൺടിൽ യു ഗെയിൻ ദ കോൺഫിഡൻസ്. അതുവരെ നിങ്ങൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ടാർഗറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, മിക്സിങ് ദ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ ചാപ്റ്റർ വൈസ് MCQs ചെയ്യാറുണ്ട്, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് നമുക്കൊരു മോക്ക് ടെസ്റ്റ് രീതിയിൽ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. വേറൊന്നിനു വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇപ്പോൾ ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ചാപ്റ്ററിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ബ്രെയിൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പോൾ ആ ചാപ്റ്ററിൽ ചിന്തിച്ചിരിക്കുന്നത് കാരണം വേറൊരു ചാപ്റ്ററിന്റെ ഓപ്ഷൻ ഇതിനകത്ത് മിക്സ് ചെയ്ത് കിടക്കുവാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവും ഓക്കെ നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ആ ഓപ്ഷൻ ഒരിക്കലും കറക്റ്റ് ആകത്തില്ല എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിനിന്, അത്രയും നമ്മൾ ബ്രെയിൻ വെറുതെ ഇരിക്കുമല്ലോ, മനസ്സിലാകും. അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം മാത്രം ബ്രെയിനിന് കൊടുക്കരുത്. ഇടയ്ക്ക് ബ്രെയിനിനെ ഒന്ന് പറ്റിക്കാൻ നോക്കുക. അതായത് ഞാൻ മിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ബ്രെയിനിന് കൊടുക്കും, എൻ്റെ ബ്രെയിൻ അത് ക്ലിയർ ചെയ്ത് സോർട്ട് ഔട്ട് ചെയ്ത് കറക്റ്റ് ആൻസർ എനിക്ക് കൊണ്ടുതരണം, ഞാനിങ്ങനെ പല പരിപാടികൾ ചെയ്യും എന്നുള്ളത് ബ്രെയിൻ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എക്സാമിന് വരുമ്പോഴത്തേനും പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ മുമ്പിൽ ഒറ്റയടിക്ക് വരുന്നത്. അപ്പം ഈ പറയുന്ന മെന്റൽ സ്വിച്ചിങ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരു ചാപ്റ്ററിൽ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നില്ല. ഇടയ്ക്ക് ക്വസ്റ്റ്യൻസുകൾ പല ഏരിയാസുകളും നമ്മുടെ ബ്രെയിന് ചിന്തിക്കേണ്ടി വരും. പല ക്വസ്റ്റ്യൻസുകൾ, പല ചാപ്റ്റേഴ്സുകൾ, പല കാര്യങ്ങൾ ഒറ്റയടിക്ക് ചിന്തിക്കേണ്ടി വരും ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ. അതാണ് മെന്റൽ സ്വിച്ചിങ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഇനി MCQs സോൾവ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ MCQs സോൾവ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് MCQs സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ടൈം ബോണ്ടഡ് ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ആക്യുറസി, ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ്, ഇതാണ് ആൻസർ എന്ന് നമുക്ക് പെട്ടെന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എക്സാം ഹാളിൽ പെടും. ഓക്കെ, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്.
കാരണം അത് നമുക്ക് എന്താ പറയുക ജെം ക്വസ്റ്റ്യൻസുകളാണ്. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ പാറ്റേൺസുകൾ തന്നെ ഓരോ വർഷവും ഫോളോ ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളെല്ലാം നിങ്ങളുടെ ഫിംഗർ ടിപ്സിലായിരിക്കണം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ UBR ടൈം ടേബിൾ കൊണ്ടുവരുന്ന സമയത്തും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ടും അങ്ങനെ തന്നെ ആക്കി വെച്ചത്. ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുകയോ അതേ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ഇനി നമുക്ക് അതിലൊന്നും തെറ്റിക്കുന്നെന്നുള്ള കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കാം. ഇനി മൂന്നാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് റിവൈസ് ദ MCQs റെഗുലർലി. അതായത് നമ്മളിപ്പം MCQs ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ തെറ്റുണ്ടാവും. അത് ഓബിയസ്ലി നമ്മൾ തെറ്റിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസുകൾ നമ്മളൊരു പേപ്പറിലോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുഞ്ഞു മിനി ബുക്ക്, വലിയ ബുക്കൊന്നും എടുക്കരുത്. കാരണം അതൊന്നും നമുക്കത് പിന്നീട് റിവൈസ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ ഒരു കുഞ്ഞു ബുക്ക് എടുക്കാം, ഒരു കുഞ്ഞു പോക്കറ്റ് ഡയറി പോലത്തെ ഒരു സംഭവം എടുക്കാം. അതിനകത്ത് നിങ്ങളുടെ തെറ്റിയിട്ടുണ്ടായിരുന്ന MCQs നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതല്ല, എന്തായിരുന്നു എന്നുള്ള നിങ്ങളുടേതായിട്ടുള്ള ലാംഗ്വേജിൽ നോട്ട് ചെയ്ത് വെക്കാം. കാരണം നാളെ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കൺമുൻപിൽ കാണുവാണെങ്കിൽ ഇനി ആ ക്വസ്റ്റ്യൻ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മളത് റെഗുലർലി കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിനകത്തോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ, അത് ഫിക്സ് ആവത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ MCQs റിവൈസ് കൂടെ ചെയ്തുകൊണ്ടിരിക്കണം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി NCERT ഷുഡ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. അപ്പം ഞാനും NCERT അല്ലാതെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ് MCQs. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് അനലൈസിങ് ദ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ അതിൽ നിന്ന് സ്പീഡും കോൺഫിഡൻസും ബിൽഡ് ചെയ്തെടുക്കുന്നതിലാണ് കാരണം. സോ മേക്ക് എവറി MCQs count. Thanks for tuning in. If you found this video helpful, do subscribe to my channel and I'll see you in the next video. Bye bye.